ഷഅബാൻ 15 ബന്ധപ്പെട്ട് ഒരു ഹദീസ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹായി പറയുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് ചോദ്യം. ഷഅബാൻ 15 രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുകയും തൻ്റെ അടിമകളെ കൂട്ടത്തിൽപ്പെട്ട ധാരാളം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു പറയുന്നൊരു ഹദീസിൻ്റെ സിഹത്ത് പറയുന്ന അതിൻ്റെ ഹുക്മ് പറയുന്നിടത്ത് സഹീഹാണ് എന്നുള്ള ഹുക്മ് പറയുന്നിടത്ത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അത് സഹീഹാണ്, അത് സ്വീകാര്യയോഗ്യമായ ഹദീസാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. അത് പറഞ്ഞത് ശരിയുമാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷഅബാൻ 15 മഹത്വമുണ്ട് എന്നതുകൊണ്ട് ഷഅബാൻ 15 അന്ന് ഒരു നോമ്പ് പ്രത്യേകമായി ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ചില ആളുകൾ നോൽക്കുന്നത് കാണാം. അതിന് യാതൊരു രൂപത്തിലുമുള്ള തെളിവുമില്ല. ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ടാവുകയും ആ പ്രത്യേകതയുടെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകമായി ഇന്നന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇല്ല, അതല്ലെങ്കിൽ ഇന്നന്ന കാര്യങ്ങൾ ആ പ്രത്യേകതയുടെ ഭാഗമായിക്കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്കവിടെ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അവിടെ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത ഏതെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്ഥിരമായി ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ ഷഅബാൻ 15 മഹത്വമുണ്ട് എന്നത് ഒരു സത്യം. എന്നാൽ ആ ഒരു സത്യത്തിൻ്റെ കൂടെ മറ്റൊരു അർദ്ധസത്യം കൂടി കൂട്ടി അതുകൊണ്ട് തന്നെ അന്ന് നോമ്പ് നോൽക്കണം എന്ന് പറയുന്ന ആളുകളെ കാണാൻ പറ്റും. ഷഅബാൻ 15 മഹത്വമുണ്ട്, ഷഅബാൻ 15 നോമ്പ് നോൽക്കുക എന്നത് ബിദ്അത്തുമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ഒന്നും അത്തരത്തിലുള്ളൊരു നോമ്പ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നു തന്നെയാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അന്നേ ദിവസം പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ ആ ദിവസം റൂഹുകൾ അഥവാ മരിച്ചുപോയ ആളുകളുടെ റൂഹുകളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും അന്ന് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കുകയും അത് വീടുകളിൽ കഴിക്കുകയും ബാക്കിയുള്ളത് അയൽവാസികൾക്കും മറ്റുമൊക്കെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്ന പല രൂപത്തിലുള്ള ആചാരങ്ങളും മറ്റും അതിൽ കാണാൻ കഴിയും. ഇതൊന്നും മതപരമായിട്ട് ഇതിനൊന്നും യാതൊരു തെളിവുമില്ല, പിൻബലവുമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഷഅബാൻ 15 ഈ മഹത്വം എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നതാണ്. എന്നാൽ ചില ആളുകൾ ഷഅബാൻ 15 ഒരു മഹത്വവുമില്ല, ആ ഹദീസ് അങ്ങനെ ഒരു ഹദീസ് ഇല്ല, അതൊക്കെ ഇത്തരം ബിദ്അകളായ ആളുകൾക്ക് വളം വെച്ച് കൊടുക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിനെ തന്നെ നിഷേധിക്കുന്നതും കാണാൻ സാധിക്കും. അതും ശരിയായ നിലപാടല്ല. ഹദീസ് അതിൻ്റെ നിബന്ധനകളെല്ലാം ഒത്തു വന്നതാണ് എങ്കിൽ ആ ഹദീസിൽ പറഞ്ഞ കാര്യം അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് പറഞ്ഞത് സ്വാദിഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മസ്ദൂഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞത് നമ്മൾ സത്യപ്പെടുത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ സത്യപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടതാണ് എന്ന് അതിൻ്റെ എല്ലാ നിബന്ധനകളും അറിയുന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഷഅബാൻ 15 മഹത്വത്തെ നമ്മൾ വിസ്മരിക്കേണ്ടതില്ല. എന്നാൽ ഷഅബാൻ 15 അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക നോമ്പോ അല്ലെങ്കിൽ പ്രത്യേക നിസ്കാരങ്ങളോ അതിൻ്റെ ഭാഗമായി കൊണ്ടില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.